എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഗോൾ അവളാണ്, അവളെ എനിക്ക് കിട്ടിയിരിക്കണം എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ അതിനി ആരൊക്കെ എതിരുന്നാലും നിങ്ങൾ അവളെ കിട്ടുമല്ലോ. ശരിക്കും ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് വിഷും എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം കഴിഞ്ഞു എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഡെഫിനറ്റ്ലി അല്ല. വെറുതെ ആഗ്രഹിച്ചിട്ട് മറ്റുള്ളവര് കാറ് വാങ്ങിക്കുമ്പോൾ അതിന് കുശുമ്പും പറഞ്ഞ് കയറി കിടന്നുറങ്ങി ആ സാധനം കിട്ടുമോ? ഇല്ല. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായത്രി കല്ലുവിള. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായിട്ടുള്ള ഒരു മെയിൻ കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ എൻ്റെ ചേച്ചിയാണ്. കാരണം ഞാൻ എൻ്റെ ടൈപ്പ് വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹിച്ചാൽ എനിക്ക് അതിനൊരു പുഷ് തരുന്നത് എൻ്റെ ചേച്ചിയായിരിക്കും. കാരണം ഗായത്രി ഈ വീഡിയോ ചെയ്യും, ഗായത്രി ഇത് ചെയ്യും, നമുക്കിത് ചെയ്യാം എന്നൊരു ഐഡിയ എനിക്ക് തരുന്നത് എൻ്റെ ചേച്ചിയായിരിക്കും. അപ്പം ഈ വീഡിയോയും അങ്ങനെ ഒരു വീഡിയോ ആണ്. കാരണം ഇത് ഞങ്ങൾ രണ്ടുപേരും ലൈഫിൽ അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് ഞങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോ. ഓക്കെ, അപ്പം എന്താണ് നമ്മൾ പറയാൻ പോകുന്നത്? മാനിഫെസ്റ്റേഷൻ. ശരിക്കും നിങ്ങൾ മാനിഫെസ്റ്റേഷനെ പറ്റിയിട്ടും ഈ യൂണിവേഴ്സിനെ പറ്റിയിട്ടും ഒക്കെ ഉള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ട്. ശരിക്കും ഇതൊക്കെ സത്യമാണോ? ശരിക്കും ഇതൊക്കെ സത്യമാണോ എന്ന് വെച്ചാൽ വെറുതെ ഇങ്ങനെ 10-30,000 വട്ടം ഇത് എഴുതി അല്ലെങ്കിൽ ഒരു വിഷൻ ബോർഡ് തയ്യാറാക്കിയാൽ ഇത് നടക്കുമോ എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഓക്കെ, ഞാൻ നിങ്ങളുടെ അടുത്ത് എൻ്റെതായിട്ടുള്ള കുറച്ച് അഭിപ്രായങ്ങൾ ഞാൻ നിങ്ങളുടെ പറയാം. ബിഫോർ ദാറ്റ്, കുട്ടിക്കാലം തൊട്ടേ ഞാനും എൻ്റെ ചേച്ചിയും ഡയറി എഴുതുന്ന ഒരാളാണ്. അപ്പം ഡയറി എഴുതുമെന്നുണ്ടെങ്കിലും ഞങ്ങൾ ചുമ്മാ എന്താ പറയുന്നത്, ചുമ്മാ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ഒന്ന് എഴുതും, 1-2 പേജൊക്കെ എഴുതിയിട്ട് പിന്നെ ഡയറി ഞങ്ങൾ മറന്നു. അങ്ങനെ ഒരു ടീംസ് ആണ് നമ്മൾ. അപ്പം സത്യം പറഞ്ഞാൽ ഡയറി ത്രൂ ഔട്ട് ഒരു ഡയറി വാങ്ങിച്ചിട്ട് എഴുതാൻ സ്റ്റാർട്ട് ചെയ്തത് 2025-ലാണ്. അപ്പം അത് ഞാൻ തുറന്നു പറയുകയാണ് കേട്ടോ. 2025-ലാണ് ഞാൻ ത്രൂ ഔട്ട് ഒരു ഡയറി എഴുതാനായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഡയറി എഴുതാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഞാൻ വിചാരിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു വിഷൻ വേണം, എനിക്കൊരു ഗോൾസ്, എൻ്റെ ഗോൾസ് എനിക്ക് ഈ ഡയറിയിൽ എഴുതി വെക്കണം. അത് ഞാൻ ഡെയിലി എഴുതുകയും ചെയ്യും. ഓക്കെ, അത് ഞാൻ ഫിക്സ് ചെയ്ത ഒരു കാര്യമായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് എനിക്ക് ചേട്ടൻ ഈ ഒരു ഡയറി 2024 ലാസ്റ്റ് വന്നപ്പോഴാണ് ചേട്ടൻ അത് കൊടുത്തത്. അപ്പൊ 2025 സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് തന്നെ ഞാൻ ഈ ഡയറി എഴുതുന്നുണ്ട്. അപ്പം ഇത് എഴുതിയപ്പോഴത്തേക്ക് ഞാൻ ലൈഫിൽ നടക്കണം എന്ന് ഭയങ്കര പ്യൂറായിട്ട് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലേ. അപ്പം ആ കാര്യങ്ങളാണ് ഞാൻ ഈ ഡയറിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടത്. അത് എല്ലാ ദിവസവും ഞാനത് എഴുതാറുമുണ്ട്. ഓക്കെ, അപ്പം യഥാർത്ഥത്തിൽ ഈ മാനിഫെസ്റ്റേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ശരിയാണോ? നമുക്ക് നോക്കാം. അതായത് ഞാൻ ഈ അടുത്ത് യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു. അപ്പം ഒരു ടാരറ്റ് റീഡർ ആണെന്ന് തോന്നുന്നു. ആ പുള്ളിക്കാരി ഇങ്ങനെ ഇതിനെപ്പറ്റി പറയണത്, അതായത് സെപ്റ്റംബർ 9 ഒരു എന്താ പറയുക, ആ സെപ്റ്റംബർ 9 ഒരു പ്രത്യേകതയുണ്ട്. അപ്പം ആ സമയത്ത് നമ്മളിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ യൂണിവേഴ്സ് ഡെഫിനറ്റ്ലി അത് നടത്തി തരും. അപ്പൊ അതിന് താഴെ ഭയങ്കരമായിട്ടുള്ള കമന്റുകൾ തിരിച്ച് നടന്നു, ജോബ് കിട്ടി, അങ്ങനെ കിട്ടി. അപ്പം സെപ്റ്റംബർ 9 9 മണിക്ക് 999 എന്നുള്ള ഇന്റർവെല്ലിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ വീഡിയോ പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇത് ശരിയാണോ, ഇത് കറക്റ്റ് ആണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. ശരിക്കും ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് വിഷും എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം കഴിഞ്ഞു എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഡെഫിനറ്റ്ലി അല്ല. അതായത് എനിക്കൊരു സാധനം കിട്ടണം, അല്ലെങ്കിൽ എനിക്കൊരു ഗോൾ ഉണ്ട്. ആ ഗോള് എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. ഓക്കെ, എനിക്ക് ആ ഗോള് കിട്ടിയേ പറ്റുള്ളൂ. ആ ഗോള് ഞാൻ എത്രത്തോളം ആഗ്രഹിക്കുന്നു എന്നുള്ളത് എനിക്കറിയാം. ചിലപ്പോൾ അതെന്റെ പേരൻസിന് അറിയണമെന്നില്ല, ചിലപ്പോൾ എൻ്റെ സിബ്ലിങ്ങിന് അറിയണമെന്നില്ല, ചിലപ്പോൾ അതെന്റെ ഹസ്ബൻഡിനോ എൻ്റെ കുട്ടികൾക്കോ ആർക്കും അത് മനസ്സിലാവണമെന്നില്ല. പക്ഷെ ആ ഒരു ഗോൾ ഇല്ലെങ്കിൽ എനിക്കുണ്ടാക്കുന്ന വിഷമം, അല്ലെങ്കിൽ എനിക്കുണ്ടാകുന്ന നഷ്ടം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫ് ലോങ് അതെനിക്കൊരു ട്രോമ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു റിഗ്രറ്റ് ആയിരിക്കും എന്ന് എനിക്കറിയാം. ആ ഒരു ഗോളിന് വേണ്ടി ഞാൻ അത്രയ്ക്ക് എനിക്കത് കിട്ടിയേ പറ്റത്തുള്ളൂ, കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം. ഓക്കെ, ഒരു ഗോള് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ ആ ഗോള് കുഞ്ഞു കുട്ടികൾ ചില കാര്യങ്ങൾ ആഗ്രഹിക്കില്ലേ, അപ്പൊ അങ്ങനെ അത്രത്തോളം പ്യുവർ ആയിട്ട് വേണം നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കാൻ. അപ്പം അതിന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ആ സാധനം കിട്ടണം എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് വേണം. അപ്പം ഒരു വിഷൻ ബോർഡ്, ജസ്റ്റ് ഒരു ബോർഡ്, ഏത് ബോർഡ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ നിങ്ങൾ ആ ബോർഡ് എടുത്തിട്ട് നിങ്ങൾ അതിനകത്ത് 2026 എനിക്ക് കല്യാണം കഴിക്കണം, 2026 എനിക്ക് ജോലി വേണം, 2026 എനിക്ക് അത് ചെയ്യണം എന്നുള്ള വിഷൻസ് ഒക്കെ നിങ്ങൾ ഒരു ബോർഡിൽ എഴുതിയിടുകയാണ്. അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങൾ ആ വിഷൻ ബോർഡ് നിങ്ങളുടെ മുറിയിൽ എവിടെയെങ്കിലും നിങ്ങൾ തൂക്കി വെക്കുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോഴും നിങ്ങളുടെ ഫോണിലും ആ വിഷൻ ബോർഡാണ്, നിങ്ങൾ ഡയറി എടുക്കുമ്പോഴും ആ വിഷൻ ബോർഡാണ്, നിങ്ങൾ രാവിലെ കണ്ണുറക്കുമ്പോഴും ഈ വിഷൻ ബോർഡാണ്. അപ്പൊ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് നിങ്ങളുടെ ഈ വിഷൻസ്, നിങ്ങളുടെ ഈ ഗോള് എത്രത്തോളം നിങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം അത് വേണം എന്നുള്ളൊരു ആഗ്രഹം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മനസ്സിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കണം. ഈ ലോകത്ത് നമ്മളെ എല്ലാവരെയും
സൃഷ്ടിച്ച ഈ യൂണിവേഴ്സ് ഉണ്ടല്ലോ, ഈ യൂണിവേഴ്സ് നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ പവർ എന്താണെന്ന് പറയാൻ നമ്മുടെ ബ്രെയിൻ ആണ്. ഓക്കെ, എന്നുവെച്ചാൽ അതിനെക്കാട്ടിലും വലുതായിട്ട് ഈ ലോകത്ത് വേറെ ഒന്നുമില്ല. കാരണം ഈ ചിന്തകളാണെങ്കിലും ഈ നമ്മൾ കണ്ടുപിടിച്ച സാധനങ്ങളാണെങ്കിലും എല്ലാം വരുന്നത് നമ്മുടെ ബ്രെയിനിൽ നിന്നാണ് അല്ലേ. അപ്പം നമ്മുടെ ബോഡി പ്രവർത്തിക്കുന്നത് പോലും നമ്മുടെ ബ്രെയിനിനനുസരിച്ചിട്ടാണ് അല്ലേ. അപ്പം നമ്മുടെ ഈ യൂണിവേഴ്സിന് ഒരു വൈബ്രേഷൻ ഉണ്ട്. അപ്പം നമ്മൾ ഒരു ഗോൾ ആഗ്രഹിക്കുകയാണ്, എനിക്കത് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളും ആ വൈബ്രേഷനൊപ്പം അത്രയ്ക്ക് പവർഫുൾ ആയിട്ട് വേണം നിങ്ങളൊരു കാര്യം ആഗ്രഹിക്കാൻ. എനിക്കൊരു റോൾസ് റോയ്സ് കാറ് വേണം, അത് ഞാൻ വാങ്ങിച്ചിരിക്കും, അടുത്ത വർഷം അത് വാങ്ങിച്ചിരിക്കും എന്ന് നിങ്ങൾ അത്രയ്ക്ക് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി നടന്നിരിക്കും. കട്ടപ്പനയിലെ ഋത്വിക് റോഷൻ സിനിമയ്ക്കകത്തെ അവൻ എഴുന്നേറ്റ് രാവിലെ വന്നിട്ട് കണ്ണ് തുറന്നിട്ട് കുറച്ച് സാധനങ്ങൾ വായിക്കുന്നതാണ്, അതാണ് വിഷൻ ബോർഡ്. സിംപ്ലി അതാണ് വിഷൻ ബോർഡ്. ഡെഫിനറ്റ്ലി ഇന്നല്ല നാളെയല്ല, ചിലപ്പോൾ അത് ഷോർട്ട് ടേം ആയിരിക്കാം, ചിലപ്പോൾ അത് ലോങ് ടേം ആയിരിക്കാം, അത് ഡെഫിനറ്റ്ലി നടക്കും, അത് നടന്നിരിക്കും. 2025 എന്റെ ഏറ്റവും വലിയൊരു മോട്ടോ അല്ലെങ്കിൽ എന്റെ ഏറ്റവും വലിയൊരു ഫോർമോസ്റ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ പീസ് ആയിരുന്നു. അപ്പം അതെനിക്ക് കിട്ടിയോന്ന് വെച്ചാൽ എനിക്കിത് കിട്ടി. അതെനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ വിഷ് ചെയ്തൊരു കാര്യം ഇതാണ്, പ്ലീസ് യൂണിവേഴ്സ് എനിക്ക് പീസ് വേണം, എനിക്ക് കിട്ടിയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം എനിക്ക് കിട്ടി. എത്രത്തോളം പീസ് ആയിട്ടാണെങ്കിൽ ഒരു പീസ് ഓഫ് മൈൻഡ് ആണ് എനിക്കുള്ളതെന്നുള്ളത് എനിക്ക് പറഞ്ഞു തരാൻ എനിക്ക് പറ്റില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാകും. 2025 എന്റെ ഏറ്റവും വലിയൊരു ഗോൾ അല്ലെങ്കിൽ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞതിന്റെ തൊട്ട് പീസ് ഓഫ് മൈൻഡ് ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷെ എനിക്ക് നെഗറ്റീവ് വൈബ് തരുന്ന ഒന്നും, അത് മനുഷ്യരായിക്കോട്ടെ എന്ത് കാര്യമായിക്കോട്ടെ, അതെല്ലാം എൻ്റെ ലൈഫിൽ നിന്ന് പോകണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് നടന്നു. ഞാനൊന്നും ചെയ്യേണ്ടി വന്നില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് നെഗറ്റീവ് എനർജി തരുന്ന ആരും ഇപ്പൊ എൻ്റെ ജീവിതത്തിലില്ല. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാകും. എനിക്ക് അതിലൊരു വിഷമവും ഇല്ല, കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതായിരുന്നു. കാരണം എനിക്ക് നെഗറ്റീവ് എനർജി തരുന്ന ഒന്നും എൻ്റെ ലൈഫിൽ കാണല്ലേ ഭഗവാനെ എന്നാണ് ഞാൻ യൂണിവേഴ്സിനോട് ഞാൻ കൊടുത്ത എൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഗോൾ അതായിരുന്നു. അതെനിക്ക് കിട്ടി. ഓക്കെ, നമ്മളിങ്ങനെ KSRTC ബസ്സിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് വേറൊരു KSRTC ബസ് വരുമ്പോൾ നമ്മൾ അപ്പുറം ഇപ്പുറമുള്ള യാത്രക്കാരെല്ലാം നമ്മൾ കാണത്തില്ല. അപ്പൊ ഒരു ദിവസം എൻ്റെ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇങ്ങനെ ഓരോ ആൾക്കാരുടെ മുഖത്തോട്ട് ശ്രദ്ധിക്കണം, എത്രത്തോളം വ്യത്യസ്തരാണ് ഓരോ ആൾക്കാരും എന്നുള്ളത് നീ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി, ശരിയാണല്ലോ എന്ന് പറഞ്ഞാല് അത്രയ്ക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഈ കാണുന്ന മീനുകളായിക്കോട്ടെ, കടലായിക്കോട്ടെ, പുഴയായിക്കോട്ടെ, നമ്മുടെ ചെടികളായിക്കോട്ടെ, മരങ്ങളായിക്കോട്ടെ, ഈ വക സാധനങ്ങളെല്ലാം അതിന്റെ നമ്മൾ ഈ എവല്യൂഷനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിക്കില്ലേ. അപ്പം ഇതിനെല്ലാം ഉയരെ നമുക്ക് എത്ര പഠിച്ചാലും നമുക്ക് മനസ്സിലാവാത്തൊരു സംഭവമാണ് എന്താണ് ഈ യൂണിവേഴ്സ് എന്നുള്ളത്. നിങ്ങളിപ്പം ഒരാൾ കാറ് മേടിക്കുക, അല്ലെങ്കിൽ ഒരാളൊരു വീട് വെക്കുക. അപ്പം നിങ്ങൾ പറയണം, അപ്പം കാറ് മേടിച്ച അപ്പം ഓൾറെഡി നമ്മുടെ മനസ്സാണെങ്കിലും നമ്മുടെ ബോഡി ആണെങ്കിലും ഇനിയിപ്പൊ യൂണിവേഴ്സ് കേൾക്കുന്നുണ്ടെന്ന് തന്നെ വിചാരിച്ചോ. അപ്പം നമ്മുടെ ഉള്ളിലോട്ട് എങ്ങനെയാണ് അത് വരുന്നത്? കാറും വീടും ഒന്നും ഇഷ്ടമല്ല, അത് തന്നെ ഒരു നെഗറ്റീവ് എനർജിയാണ് എനിക്ക് സമ്മാനിക്കുന്നത്. അപ്പൊ അതൊന്നും വേണ്ട, കട്ട്. മനസ്സിലായോ? അപ്പം ഒരു സാധനം നമ്മൾ കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് ഒരു കാര്യം എനിക്ക് കിട്ടിയാൽ കൊള്ളാം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം, പ്യുവർ ആയിരിക്കണം. അങ്ങനെ നിങ്ങളൊരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നടക്കാൻ എന്താ ഒരു പാടുമില്ല. അതിനു വേണ്ടി നിങ്ങളുടെ ഈ യൂണിവേഴ്സ് തന്നെ ഹെൽപ്പ് ചെയ്യും. കാരണം ഒരാഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ട്, അതെന്തോ ആയിക്കോട്ടെ. ചിലപ്പം നിങ്ങൾ ആ ആഗ്രഹം വിഷൻ ബോർഡിൽ എഴുതി നിങ്ങളുടെ വീട്ടിൽ വെക്കുമ്പോൾ നിങ്ങളുടെ പേരൻസ് ചിലപ്പോൾ കളിയാക്കിയേക്കാം, നിങ്ങളുടെ സിബ്ലിങ്സ് ചിലപ്പോൾ കളിയാക്കിയേക്കാം, നിങ്ങളുടെ നെയ്ബേഴ്സ് ചിലപ്പോൾ കളിയാക്കിയേക്കാം, നിങ്ങളുടെ റിലേറ്റീവ്സ് ചിലപ്പോൾ കളിയാക്കിയേക്കാം, ഈവൻ നിങ്ങളുടെ ഫ്രണ്ട്സ് വരെയും കളിയാക്കിയേക്കാം. അയ്യേ നിങ്ങൾക്ക് ഇതിലൊക്കെ വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ കണ്ടു നടന്നാൽ മതി എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് പലരും പറഞ്ഞേക്കാം. അപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്തായിരിക്കും, 2013 ആകുമ്പോഴത്തേക്ക് എനിക്കൊരു അടിപൊളി ഒരു റോൾസ് റോയ്സിന്റെ കാർ എടുക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം. ചിലപ്പോൾ പലരും നിങ്ങളെ അത് കണ്ടിട്ട് ചിരിച്ച് തള്ളിയേക്കാം. പക്ഷേ നിങ്ങൾ ആ ആഗ്രഹം നിങ്ങൾ പോലും അറിയാതെ ഈ ഒരു വിഷൻ ബോർഡിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി അത് ഡയറിയിൽ എഴുതുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ വാൾപേപ്പർ റോൾസ് റോയ്സിന്റെ ഒരു വണ്ടിയാണ്. അപ്പം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് ഈ ഒരു കാര്യം കയറുകയാണ്. അപ്പം ഓട്ടോമാറ്റിക്കലി നിങ്ങളെ യൂണിവേഴ്സ് ഹെൽപ്പ് ചെയ്തിരിക്കും. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയട്ടെ, ഓക്കെ, ഇതൊരു 30,000 വട്ടം എഴുതി വെച്ചാൽ യൂണിവേഴ്സ് എനിക്ക് പിറ്റുന്നൊരു റോൾസ് റോയ്സിന്റെ കാർ കൊണ്ടുതരും, അങ്ങനെയാണോ? അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നിങ്ങളൊരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾസിൽ എന്താണോ നിങ്ങളുടെ ഗോൾ എന്നുള്ളത് നിങ്ങൾ ക്ലിയർ ആയിരിക്കണം. ഓക്കെ, അപ്പം അത് നിങ്ങൾ ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ അതിൽ നിന്ന് മാറാനേ പാടില്ല. ഇപ്പം
നിങ്ങൾ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ പേരൻസ് പറയാണ് മോനെ ഇത് വേണ്ട, ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞാല് നിങ്ങൾ ചിലപ്പം നിങ്ങൾ എനിക്ക് എന്റെ അച്ഛനമ്മയാണ് വലുത്, അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പരിപാടിക്ക് ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മാറാനാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ പെൺകുട്ടിയെ നിങ്ങൾ സ്നേഹിച്ചിട്ടേ ഇല്ല. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? നിങ്ങൾക്ക് അത് പോയാലും കുഴപ്പമില്ല, എനിക്ക് എന്റെ പേരൻസ് ഉണ്ടല്ലോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഗോളായ ആ കുട്ടിയെ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പം ഗോള് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഗോൾ അവളാണ്, അവളെ എനിക്ക് കിട്ടിയിരിക്കണം എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ അതിനി ആരൊക്കെ എതിരുന്നാലും നിങ്ങൾ അവളെ കിട്ടുമല്ലോ. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഗോൾസ് അല്ലെങ്കിൽ നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത്. അതിന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കിട്ടിയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ആ സ്നേഹം പ്യുവർ ആയിരിക്കണം, ക്ലീൻ ആയിരിക്കണം. അല്ലാതെ സൈഡിൽ കൂടെ 10 ചെറുക്കന്മാരല്ലെങ്കിൽ 10 പെമ്പിള്ളേരെ നോക്കിയിട്ട് ഇവളെ കെട്ടാം ഇഷ്ടമൊക്കെ അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ എന്തൊരു കാര്യം ആഗ്രഹിച്ചാലും അതിനകത്തൊരു സത്യസന്ധത വേണം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം എനിക്ക് ഇതിലൊരു വിശ്വാസം തോന്നി തുടങ്ങിയത് എപ്പോഴാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഈവൻ ബിഫോർ ഐ ആം റൈറ്റിംഗ് ദിസ് ഡയറി. അപ്പം ഈ ഡയറി ഞാൻ എഴുതുന്നതിന് മുമ്പായിട്ട് എപ്പോഴോ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങി. ഞാൻ എപ്പോൾ ക്ലോക്ക് നോക്കിയാലും, എപ്പോൾ എൻ്റെ ഫോൺ എടുത്ത് നോക്കിയാലും, ഈവൻ എന്ത് ചെയ്താലും, ഞാനൊരു TV ഇട്ടാലും, ഞാൻ എന്ത് ചെയ്താലും 11 അല്ലെങ്കിൽ 11 ഇതാണ് എൻ്റെ കണ്ണിൽ പെടുന്നത്. അപ്പം കുറച്ചൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ ചിലപ്പോൾ ഇത് ഒരു വട്ടം ഞാൻ നോട്ടീസ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ പോലും അറിയാതെ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് ഇതിന്റെ അട്രാക്ഷൻ എടുക്കുന്നതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഞാൻ എന്ത് ചെയ്താലും 11 ഞാൻ എൻ്റെ ഫോണിൽ എപ്പോൾ സമയം നോക്കിയാലും 11, ഇപ്പം എൻ്റെ ഫോണിലോട്ട് നോക്കിയാലും 11 അവിടെ കണ്ടിരിക്കും. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ഓക്കെ ഇന്ന് എവിടോട്ടേലും പോവാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കാറിലിരിക്കുമ്പം എത്രയോ നമ്പറുകളുണ്ട് റോഡിൽ, പക്ഷെ എന്റെ കണ്ണുടക്കുന്നത് ഇവിടെ ആയിരിക്കും 11. ഞാൻ പോകുന്നിടത്തും വരുന്നിടത്തും എല്ലാം 11 ഇത് തന്നെ. അപ്പം ഞാൻ ഇതിനെപ്പറ്റി അറിയാവുന്ന ഒരാളുടെ അടുത്ത് ഞാൻ ചോദിച്ചു. ഞാൻ ഇങ്ങനെ റെപ്പറ്റേറ്റീവ് ആയിട്ട് ഇത് കാണുന്നു, അപ്പൊ എനിക്ക് തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്, കാരണം ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് എനിക്കങ്ങനെ തോന്നി. അപ്പം ഇത് പുള്ളിക്കാരനെ ഇതിനെപ്പറ്റി കുറച്ച് അറിയാവുന്ന ഒരാളാണ്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു അത് യൂണിവേഴ്സ് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അപ്പം ആസ് യൂഷ്വൽ ഞാൻ ഈ ഒരു എക്സ്പ്രഷൻ ഇട്ടു. അപ്പം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ വരാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാകാൻ പോകുന്നു, അപ്പം അതിന് നിങ്ങളെ റിമൈൻഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സ് ആണ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അന്വേഷണത്തിനൊടുവിൽ എനിക്ക് കിട്ടി. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് അറിയാവോ? അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഈ ലോകത്ത് ആകെ അങ്ങേയറ്റം പോയ 10, 70, 80 വയസ്സ് വരെ ആയിരിക്കും ഒരു നോർമൽ ഒരു മനുഷ്യൻ താമസിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവാത്ത ഒരു കാര്യം ഞാൻ അതിലൊരു ഹാപ്പി ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എനിക്ക് മറ്റാരുടെയും ഒപ്പീനിയൻ എനിക്ക് നോക്കേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇനി ഞാൻ 11 കാണുന്ന സമയത്തെല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിക്കുന്ന 1-2 ഗോൾസ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യും. എനിക്ക് നടത്തി തരണേ ഭഗവാനെ എന്ന് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. നിങ്ങൾ കേട്ടോണം, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ 11 കാണുമ്പോഴെല്ലാം, ഞാൻ എപ്പോൾ ഫോൺ എടുത്താലും 11 ആണ്. അപ്പം ഞാൻ എല്ലാ വട്ടം ഞാൻ 11 കാണുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ ഭഗവാനെ, ഈശ്വര, കൃഷ്ണ, മഹാദേവ അങ്ങനൊന്നുമല്ല. ഞാൻ എൻ്റെ ഗോൾസ് തന്നെ ഞാനിങ്ങനെ പറയും, എനിക്കിത് കിട്ടും, നടത്തി തരണേ എന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഞാൻ നടത്തി തരണേന്ന് ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല. അപ്പം എനിക്കിത് കിട്ടണം എന്നുള്ള ഇതാണ്. അപ്പം ഞാൻ ആദ്യം ഫേസ്ബുക്ക് ഞാൻ അധികം യൂസ് ചെയ്യാത്ത ഒരാളാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ചേച്ചി പറഞ്ഞു ഓക്കെ, ഇത് ഇങ്ങനെയൊക്കെയാണ് ഫേസ്ബുക്ക്, നീ ഇത് കുറച്ചും കൂടെ ഒക്കെ നല്ലപോലെ യൂസ് ചെയ്യണം എന്നെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മനസ്സിലൊരു ഗോൾ സെറ്റ് ചെയ്തു. ഓക്കെ, ഫേസ്ബുക്കിൽ എൻ്റെ അക്കൗണ്ട് ഞാൻ മോണിറ്റൈസ് ചെയ്യും. ഓക്കെ, എൻ്റെ അക്കൗണ്ട് ഞാൻ മോണിറ്റൈസ് ചെയ്യും. അപ്പം ഞാൻ ഡയറിയിലെല്ലാം എഴുതാൻ തുടങ്ങി. ഓക്കെ, ഫേസ്ബുക്ക് ഞാൻ മോണിറ്റൈസ് ചെയ്തു. കാരണം യൂട്യൂബിനെക്കാട്ടിൽ കൂടുതൽ മോണിറ്റൈസേഷൻ കിട്ടാൻ, അല്ലെങ്കിൽ ഒരുപാട് പൈസ കിട്ടുന്നതും പെട്ടെന്ന് മോണിറ്റൈസ് ആവുന്നതും ഫേസ്ബുക്കാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എഴുതുന്നതും ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നതും എല്ലാം അതാണ്. ഓക്കെ, വിത്തിൻ ഒരു 6 months പോലും എടുത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ. 6 monthsനുള്ളിൽ എൻ്റെ ഫേസ്ബുക്ക് മോണിറ്റൈസ് ആയി. ഓക്കെ, ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, എനിക്കൊരു പ്രൊമോഷൻ കിട്ടണം, ഒരു പെയ്ഡ് പ്രൊമോഷൻ കിട്ടണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ
ഇതിന്റെ കൂടെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, എനിക്കൊരു പ്രൊമോഷൻ കിട്ടണം ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ. ഇത് കുറെ നാളായിട്ട് ഞാൻ ചെയ്യുന്നു. അപ്പം എനിക്ക് 1-2 പെയ്ഡ് പ്രൊമോഷൻ എങ്കിലും എനിക്ക് കിട്ടണം. ഒന്നാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് അങ്ങനെ ഒരു പെയ്ഡ് പ്രൊമോഷൻ കിട്ടണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇത് മാനിഫെസ്റ്റ് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കിത് കിട്ടി. അപ്പം ഞാൻ അതും ഡയറിയിൽ എഴുതും. എനിക്കിത് കിട്ടി, തന്നതിന് താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ എഴുതും. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു കാര്യം കൂടി ഞാൻ മാനിഫെസ്റ്റ് ചെയ്തു. അതായത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, എന്താ പറയുന്നേ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യം. അത് ഞാൻ നടന്നിട്ട്, അത് ഏകദേശം അത് ഉറപ്പായി, പക്ഷെ അത് നടന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഇന്നലെ രാത്രിയിൽ എനിക്കതും കിട്ടി. ഓക്കെ, അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ വിളിച്ചു ഇതിലൊക്കെ ഇതുണ്ടോ. അപ്പം ഞാൻ ഇങ്ങനെ വിശ്വസിക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, കാരണം നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെക്കാട്ടിലും എല്ലാവരെക്കാട്ടിലും ഉയരെയാണ് ഈ യൂണിവേഴ്സ്. ഓക്കെ, അപ്പം നിങ്ങളൊരു ഗോൾസ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് നടക്കും. ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ടി നിങ്ങളുടെ ഗോൾ എന്തായിരിക്കണം? പ്യുവർ ആയിരിക്കണം. അല്ലാതെ ഒരാളത് വാങ്ങിക്കുമ്പോഴേ കുശുമ്പം കൊണ്ടിരുന്ന അതൊന്നും നടക്കത്തില്ല എന്ന് പറയുന്നത് നടക്കത്തില്ല. അത് ഞാൻ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, അപ്പം എനിക്ക് ഭയങ്കര വിശ്വാസമായി. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, ഞാൻ ഇനി എന്ത് ചെയ്യും, ഞാൻ ഡയറിയിൽ എനിക്ക് തന്നതിന് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ എഴുതും. അപ്പം നിങ്ങളിത് എഴുതുമ്പോഴത്തേക്ക് ഓക്കെ, നാളെ എനിക്ക് 10 വർഷം കഴിഞ്ഞിട്ട് എനിക്കൊരു റോൾസ് റോയ്സ് കാർസ് കിട്ടണമേ, എനിക്ക് കിട്ടണം എന്നൊക്കെയാണ് നിങ്ങൾ എഴുതുന്നത്. അല്ലെങ്കിൽ കിട്ടണേ ഭഗവാനെ, അല്ലെങ്കിൽ എനിക്ക് തരുമോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. എന്താ പറഞ്ഞ ഒരു ഹൈപ്പോത്തറ്റിക്കൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു എന്താ പറയുന്ന ഒരു 50-50 എന്നുള്ള രീതിയിൽ നിങ്ങൾ അത് എഴുതി വെക്കരുത്. ഓക്കെ, അപ്പം എനിക്ക് കിട്ടും 2025 2026 എനിക്കൊരു അടിപൊളി ആളെ കിട്ടും എന്ന് മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഗോൾ പ്യുവർ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പം ഞാൻ ഡയറി എടുത്തിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മനസമാധാനമാണ് ഇപ്പോൾ. ഞാൻ ഈ ഒരു വർഷം ഞാൻ ഒരു 6 months ആയിട്ട് ഞാൻ അനുഭവിക്കുന്ന പീസ് ഓഫ് മൈൻഡ് എന്താണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് എങ്ങനെ പറഞ്ഞു തരും? കാരണം അത്രത്തോളം മനസ്സിങ്ങനെ അങ്ങ് പറന്ന് അത്രയ്ക്കൊരു മനസമാധാനമാണ് കേട്ടോ. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ മോണിറ്ററി ആഗ്രഹിക്കണം എന്നില്ല, നിങ്ങളുടെ ഹെൽത്ത് ആവാം, എന്തോ ആവാം. അതല്ല, എനിക്ക് ഒരുപാട് പൈസ വേണമെന്നാണെങ്കിൽ എന്താണ് അതിന് പ്രശ്നം? പൈസ ഇല്ലാതൊന്നും ഈ ലോകത്ത് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം ഇഷ്ടംപോലെ പൈസ അങ്ങ് മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പം സ്വാഭാവികമായിട്ടും അത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുതരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, അപ്പം അതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം. അപ്പം നിങ്ങൾ ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുക. വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിട്ട് ഓക്കെ, 2026 എനിക്ക് ഇവിടെ പോകണം, 2027 എനിക്ക് ഇത് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട മാനിഫെസ്റ്റേഷൻ ആവരുത്. നിങ്ങൾ അവിടെ ഷുവർ ആയിരിക്കണം. ഓക്കെ, അപ്പം ഞാൻ എഴുതിയിട്ട് ഇത് ഞാൻ എടുത്ത് എൻ്റെ വാളിൽ ഒട്ടിച്ചു നോക്കുകയാണ്. എന്നും രാവിലെ എഴുന്നേറ്റിട്ട് ഇത് നടക്കും, ഇത് ഞാൻ നടത്തും. പറഞ്ഞാൽ മനസ്സിലാകും. ഞാനിപ്പം ഹാപ്പിയാണ്, എന്നെ നാളെ ഹാപ്പി ആക്കണേ എന്ന് എഴുതി വെക്കാൻ നിങ്ങൾ നിൽക്കരുത്. ഞാൻ ഇപ്പം ഹാപ്പിയാണ്, അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഹാപ്പി ആയിക്കോളും. ഓക്കെ, മനസ്സിലായോ? ഇതൊരുമാതിരി ബ്ലാക്ക് മാജിക്കോ അങ്ങനൊന്നും അല്ല. ജസ്റ്റ് പ്യുവർ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് നിങ്ങൾ സ്വന്തമായിട്ടിട്ടെടുക്കുന്ന കാര്യം അത് യൂണിവേഴ്സ് വർക്കൗട്ട് ചെയ്ത് തരുന്നു. ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ ഇത് നമ്മൾ ഈ പറയുന്നതിട്ട് ഒരു റിലീജിയനുമായിട്ടോ അങ്ങനെ ഒന്നും ബന്ധമൊന്നുമില്ല. അപ്പം നിങ്ങൾ ഇതിനെപ്പറ്റി ഒരുപാട് വീഡിയോസ് കാണും. അപ്പം നമ്മളിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാൻ ഗുഡായിട്ടുള്ള സമയങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ ഇന്ന ഡേറ്റിൽ ഇന്ന സമയത്തിൽ നിങ്ങൾ ചെയ്താൽ നല്ലതായിരിക്കും എന്നൊക്കെയുണ്ട്. അപ്പം ഞാൻ ബേസിക്കലി ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഏറ്റവും കൂടുതൽ റെപ്പിറ്റേറ്റീവ് ആയിട്ട് കാണുന്ന നമ്പർ 1111 ആണെന്ന് ഞാൻ ഓൾറെഡി നിങ്ങളടുത്ത് പറഞ്ഞല്ലോ. അപ്പം ഞാൻ ചെയ്യുന്നത് 1111 ഞാനൊരു മാനിഫെസ്റ്റേഷൻ നടത്തി കഴിഞ്ഞാൽ ഒരു 11 minute ഗ്യാപ്പിൽ ഞാൻ വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പം സംസാരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് കാര്യം ആഗ്രഹിച്ചാലും, ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് പറയണം, നിങ്ങൾ എന്ത് കാര്യം ആഗ്രഹിച്ചാലും അത് പ്യുവർ ആണെന്നുണ്ടെങ്കിൽ, ഒരു കുട്ടികളുടെ മനസ്സാണ് നിങ്ങൾക്കെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ,
ഇതുപോലെ പലതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ സമാധാനം എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വർഷമായിട്ട് പോയ ഒരു കാര്യമായിരുന്നു. കാരണം ഒരു ദിവസം ഒന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റണേ എന്ന് ഞാൻ ആഗ്രഹിച്ച ദിവസങ്ങളുണ്ട്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് മനസമാധാനത്തിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം അത് അനുഭവിച്ചവർക്ക്, അതിലൂടെ കടന്നു പോകുന്നവർക്ക് അതറിയത്തുള്ളൂ എന്തുമാത്രം മനസമാധാനം എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ഒരു കാര്യം. അപ്പൊ എൻ്റെ ഏറ്റവും വലിയൊരു വിഷന്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വിഷൻ എന്ന് പറഞ്ഞാല് മനസമാധാനത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തത്. രണ്ടാമത്തെന്ന് പറഞ്ഞാല് ഇനി ആരൊക്കെ എന്നെ എന്തൊക്കെ ചെയ്താലും പറഞ്ഞാലും, എന്നെ ഒറ്റപ്പെടുത്തിയാലും, എന്നെ ഇട്ടിട്ട് പോയാലും, അല്ലെങ്കിൽ എന്നെ എന്ത് പറഞ്ഞാലും ഇറ്റ് ഡസൻറ്റ് മാറ്റർ, ബിക്കോസ് ഐ നോ ഹൂ ഐ ആം എന്നുള്ളത് ഞാൻ എഴുതാറുണ്ട്. ഓക്കെ, എന്നെ ഇതൊന്നും ബാധിക്കുന്നതേ ഇല്ല. കാരണം ചിലതൊക്കെ അങ്ങ് ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ള രീതിയിൽ എടുക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു ഗവൺമെന്റ് ജോലിയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രൈവറ്റ് ജോലിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷം ഒരു കൺട്രിയിൽ പോയി പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് മാനിഫെസ്റ്റ് ദാറ്റ് എനിക്ക് അവിടെ പോകണം, എനിക്ക് ഇവിടെ പോകണം, എനിക്ക് ആ ജോലി കിട്ടണം. അത് പ്യുവറായിട്ട് ആഗ്രഹിക്കുമോ, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യൂ, അത് ആഗ്രഹിക്കും, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അത് കിട്ടും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം എൻ്റെ മാനിഫെസ്റ്റേഷൻസ് ആണ് ഏകദേശം ഇന്നത്തെ സെപ്റ്റംബർ 26 ഇന്നലെ വരെ ഉള്ള ഡയറി ഇതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പം അതിനകത്ത് പകുതിയും എൻ്റെ മാനിഫെസ്റ്റേഷൻസ് ആണ്. അപ്പം നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഗോൾ എന്നുള്ളത് നിങ്ങൾ എഴുതുകയോ വിഷൻ ബോർഡ് ഉണ്ടാക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തു. അപ്പം ഞാൻ പറയും വിഷൻ ബോർഡാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പം എനിക്കിതുവരെ ഒരു വിഷൻ ബോർഡല്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ, ഞാൻ ഡയറിയാണ് എഴുതുന്നത്. കാരണം ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും ആരെങ്കിലും കയറി വന്നിട്ട് ഇപ്പം എന്താന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതെനിക്ക് ആ ഒരു രീതിയിൽ എടുക്കാൻ പറ്റിയെന്നിരിക്കത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ആ സിറ്റുവേഷൻ അങ്ങ് സ്കിപ്പാക്കും. ഓക്കെ, ഞാൻ എന്ത് ചെയ്യും, പക്ഷെ ഞാൻ ഡെയിലി കാണുന്നുണ്ടല്ലോ, അപ്പം എനിക്കത് മതിയല്ലോ. അപ്പം ഞാൻ എൻ്റെ ഡയറിയിൽ ഞാൻ എൻ്റെ വിഷ് എഴുതും, അല്ലെങ്കിൽ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഗോൾസ് എന്താണെന്ന് എഴുതും. ഡെഫിനറ്റ്ലി അത് നടക്കും. ഓക്കെ, ഡെഫിനറ്റ്ലി അത് നടന്നിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ മനസ്സോടുകൂടി നിങ്ങളുടെ ആ ഗോള് ആഗ്രഹിക്കുക, അപ്പം അത് നടക്കും. കാരണം എനിക്കിങ്ങനെ ചില സമയത്ത് ചില ഇൻഡ്യൂഷൻസ് തോന്നാറുണ്ട്. ഇൻഡ്യൂഷൻ ആണോ ഒന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഞാൻ ഔട്ട് ഓഫ് ദ ബോക്സ് ചിലരെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടപ്പോൾ എനിക്ക് തോന്നും അവർക്കെന്തോ പറ്റും, അവർക്കെന്തോ സംഭവിക്കും എന്നെനിക്കങ്ങ് തോന്നും. അപ്പൊ തോന്നിക്കഴിഞ്ഞ് ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ അടിക്കും, എന്തിനെങ്ങനെയൊക്കെ ചിന്തിക്കും. അപ്പം ഞാൻ അങ്ങനെ ചിന്തിച്ച് 1-2 പേർക്ക് അങ്ങനെ സംഭവിച്ചു. അപ്പം ഞാൻ ചോദിച്ചാ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുവാണോ, അപ്പൊ എനിക്ക് എന്താണ് അങ്ങനെ ഒരു ഇൻഡ്യൂഷൻ തോന്നുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഒന്നുമില്ല, അവള് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ, ഒരു സ്റ്റോറി ഇട്ടു. അപ്പൊ എൻ്റെ മനസ്സിൽ തോന്നുവാണേ ഇവള് ഹാപ്പി അല്ല, ഇപ്പൊക്കെ എന്തോ പ്രശ്നമുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് അവൾക്ക് മെസ്സേജ് അയക്കുന്നു, എടി നീ ഓക്കെ അല്ലേ? സത്യം പറഞ്ഞാൽ അവൾ എനിക്ക് മെസ്സേജ് അയച്ചതാണ്ട് ഇതാണ്. അവൾ പറഞ്ഞു, എടി നിനക്ക് എങ്ങനെ മനസ്സിലായടി? അവിടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഒന്നുമില്ല, നല്ല ചിരിച്ചോണ്ട് നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് ഇട്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള എന്തൊക്കെയോ ഈ ലോകത്തുണ്ട്. അത് ദൈവമൊന്നുമല്ല, നമ്മുടെ യൂണിവേഴ്സാണ്. മനസ്സിലായോ? അതിനെ ഒരു ദൈവത്തിന്റെ പേരിട്ട് വിളിക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നമ്മുടെ ഏറ്റവും വലിയ പവർ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറയും അത് ദൈവമല്ല, നമ്മുടെ ഈ തലയ്ക്കകത്തിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, ബ്രെയിൻ. അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സാധനം. അപ്പൊ അത് വെച്ച് നിങ്ങൾക്ക് എന്തും അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ചിലപ്പം നമുക്കറിയാത്ത പലതും ഉള്ളത് കൊണ്ടാവാം നമുക്ക് ചിലപ്പം ഈ ഇൻറ്റ്യൂഷൻസ് ലൈക്ക് ഡേജാബു പോലുള്ള കാര്യങ്ങളൊക്കെ തോന്നുന്നു. എനിക്ക് ഒരുപാട് പെട്ടെന്ന് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അടുത്തത് പറയാൻ പോകുന്ന സെന്റൻസസ് വരെ ഞാൻ ചിലപ്പം ഇങ്ങനെ പറയില്ലേ, നിങ്ങളിപ്പോൾ ഇങ്ങനെ പറയാൻ വരുമല്ലേ എന്നൊക്കെ ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഗോൾസ് എന്താണെന്നുള്ളത് സെറ്റ് ചെയ്യുക, നിങ്ങളെല്ലാവരും മാനിഫെസ്റ്റ് ചെയ്യുക, എല്ലാവരും നടക്കട്ടെ. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.